ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബ്രോസ്റ്റഡ് ചിക്കനാണ്. യൂട്യൂബിൽ ഒരുപാട് വീഡിയോസൊക്കെ നമുക്ക് കാണാൻ പറ്റും ബ്രോസ്റ്റഡ് ചിക്കൻ്റെ. നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത മിക്സ് വെച്ചിട്ട് എങ്ങനെ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാമെന്ന്. പക്ഷേ ഈ ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു റെഡിമെയ്ഡ് മിക്സ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു റെഡിമെയ്ഡ് മിക്സ് ഏതാണെന്നും അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ബ്രോസ്റ്റഡ് ചിക്കൻ വീട്ടിൽ ഉണ്ടാക്കുന്നതെന്നും നമുക്ക് സമയം കളയാതെ നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ ഇച്ചിരി വലിയ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ആ ഒരു മിക്സ്. ക്രസ്റ്റ് ആൻഡ് ക്രംസിൻ്റെ ബ്രോസ്റ്റഡ് ചിക്കൻ മിക്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് 2 പാക്കറ്റ് ഉണ്ട്. ഒന്ന് വന്നിട്ട് മെറിനേഷൻ മിക്സും പിന്നെ വന്നിട്ട് ബ്രെഡ് മിക്സുമാണ്. ഈ മെറിനേഷൻ മിക്സ് ഉപയോഗിച്ച് നമ്മൾ ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് റെസ്റ്റ് ചെയ്ത ശേഷം ഈ ബ്രെഡിങ് മിക്സിലാണ് നമ്മൾ ലാസ്റ്റ് കോട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ഇതാണ് ഈ പാക്കറ്റിലുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 120 രൂപയാണ്. ഇത് ക്രസ്റ്റ് ആൻഡ് ക്രംസിൻ്റെ അവരുടെ വെബ്സൈറ്റിൽ തന്നെ പോയി ഞാൻ മേടിച്ചതാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിൻ്റെ അളവ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസൊക്കെ ഒന്ന് കൃത്യമായിട്ട് വായിച്ചോണേ. അപ്പോൾ ഇതാ നമ്മൾ ഇനി മെറിനേഷൻ മിക്സ് എടുത്ത് പൊട്ടിച്ചിട്ട് ഈ ഒരു ചിക്കനിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുവാണേ. അപ്പോൾ ഈ ഒരു കളറിലാണ് മെറിനേഷൻ മിക്സ് ഇരിക്കുന്നത്. ഇതിലോട്ട് ചേർത്തിട്ട് ഇനി ഇതിലോട്ട് നമ്മൾ 2 ഇൻഗ്രീഡിയൻ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ്. ഈ മെറിനേഷൻ മിക്സിന് അധികം എരിവൊന്നുമില്ല. അപ്പം നമ്മൾക്ക് എക്സ്ട്രാ എരിവ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇതിൽ ഉപ്പൊന്നും ആഡ് ചെയ്യേണ്ട. ഓൾറെഡി ഈ മിക്സിൽ ഉപ്പെല്ലാം കറക്റ്റായിട്ട് പാകത്തിന് ഉണ്ട്. പിന്നെ ഈ ഒരു മിക്സ് വന്നിട്ട് 1 കിലോ ചിക്കൻ ഉള്ളതാണ്. അപ്പോൾ ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞ് ഞാനിത് ഇപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ച് നല്ല തണുത്ത വെള്ളം ഒരു പാത്രത്തിൽ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്തിരുന്ന ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ശേഷം ഒരു പരന്ന പാത്രത്തിൽ ഈ ബ്രെഡ് മിക്സ് ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. ഈ ബ്രെഡ് മിക്സ് എടുത്ത ശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ച ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. കോട്ട് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ടാപ്പ് വാട്ടറിൽ നമ്മുടെ ഹാൻഡ് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ കൈ തിരുമ്മത്തില്ലേ, അതുപോലെ ഒന്ന് തിരുമ്മി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ലെയേഴ്സ് ഫോം ചെയ്യും. അത് ഇപ്പോൾ ചെയ്യേണ്ട. ഈ വെള്ളത്തിൽ മുക്കിയിട്ട് രണ്ടാമത് വീണ്ടും ഈ ഡഫിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോഴാണ് ആ ഒരു ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഈ പൊടി നന്നായിട്ട് തിരുമ്മി ഇതിൽ ചേർക്കുന്നുണ്ട്. ഈ ഒരു ബ്രെഡ് മിക്സ് നന്നായിട്ട് തന്നെ ഈ ചിക്കൻ പീക്സിൽ പിടിപ്പിച്ചെടുക്കണം. എന്നാലേ കറക്റ്റ് നമുക്ക് ആ ഒരു കോട്ടിങ് കിട്ടത്തുള്ളൂ. ഇനി ഇതൊന്ന് ചെറുതായിട്ട് തട്ടി കൊടുത്തിട്ട് ഈ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഈ ഒരു ഡഫിലോട്ട്, അതായത് നമ്മുടെ ബ്രെഡ് മിക്സിലോട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണേ. മിക്സ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് തിരുമ്മി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ലെയേഴ്സ് ഫോം ചെയ്യും. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ പെർഫെക്ഷനിൽ തന്നെ ആ ഒരു ലുക്കിൽ നമുക്ക് കിട്ടും. ഞാൻ പക്ഷേ ഇവിടെ തിരുമ്മി കൊടുക്കുന്നില്ല കേട്ടോ, കാരണം ഇവിടെ ആർക്കും ആ ഒരു ഇത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് തട്ടി കൊടുത്തിട്ട് എടുക്കുവാണേ. ആ ഒരു ലെയേഴ്സ് മാത്രമേ ഞാൻ ഫോം ചെയ്തെടുക്കും. നമ്മളിങ്ങനെ ഈ ഡസ്റ്റ് ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ കുറച്ച് ലെയേഴ്സ് ഒന്ന് ഫോം ചെയ്ത് വരും. അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രമാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ബാക്കി എല്ലാ പീസും ഞാനൊന്ന് ഈ ഒരു ബ്രെഡ് മിക്സിൽ മിക്സാക്കി അതേപോലെ തന്നെ വെള്ളത്തിൽ മുക്കിയിട്ട് വീണ്ടും ഈ ബ്രെഡ് മിക്സിലൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മിക്സൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ എനിക്ക് അതിൽ ഉണ്ടാക്കിയതിനേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ ഒരു ക്രസ്റ്റ് ആൻഡ് ക്രംസിൻ്റെ ഈ ഒരു ബ്രെഡ് മിക്സും അതേപോലെ മെറിനേഷൻ മിക്സും വെച്ച് ഇതൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഞാനിവിടെ എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാണ്. ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സൺഫ്ലവർ ഓയിൽ തന്നെ ഫ്രൈ ചെയ്യാൻ ശ്രമിക്കണം. എന്നാലേ ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ പീസസൊക്കെ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം ഒന്ന് ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മറിച്ചിട്ട് അല്പം കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത ഭാഗം കൂടെ കുക്കായി വന്നിട്ടുണ്ട്. ഇത് കുക്കായി വരാനായിട്ട് എടുത്ത സമയം എന്ന് പറയുന്നത് ഒരു 15 മിനിറ്റാണ്. 15 മിനിറ്റ് ആയപ്പോൾ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് ആദ്യം നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോൾ ലോ ഫ്ലെയിം ഒന്നാക്കി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോഴത്തേക്കും മീഡിയം ഫ്ലെയിമിൽ വയ്ക്കണം, അല്ലെങ്കിൽ ഒരുപാട് എണ്ണ കുടിക്കും കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് കുക്ക് ചെയ്തെടുക്കുക. കറക്റ്റ് ആ ഒരു ടൈം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല ജ്യൂസി ആയിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ചിക്കനും ഇതുപോലെ ഞാനൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്.
നമ്മൾ ആ മാവിൽ മുക്കിയപ്പോൾ കൈവച്ചൊന്ന് നന്നായിട്ട് തിരുമ്മി കൊടുത്തിരുന്നെങ്കിൽ ഇതിലും നല്ല പെർഫെക്ഷനിൽ നല്ല ലെയേഴ്സൊക്കെ ഫോം ചെയ്ത് അടിപൊളിയായിട്ട് കിട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ. ഇത് നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന മിക്സിലും ചെയ്യാം, ഈ ഒരു മിക്സിലും ചെയ്യാം. പക്ഷേ ഈ ഒരു മിക്സിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയ റെസിപ്പീസായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബായ്.